ഞാൻ പയ്യോളിൽ നിന്ന് താമരശ്ശേരിക്ക് പോവുകയാണ്. ഭയങ്കര സന്തോഷത്തോടെ കൂടിയാണ് പോകുന്നത്. കാരണം അമ്മ വരുന്നുണ്ട്. അപ്പോൾ അമ്മ വരുന്ന അതിന് മുമ്പ് എനിക്ക് പിന്നെ ചേച്ചിയുടെ വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ഇപ്പോൾ ചേച്ചിയുടെ ഭർത്താവിൻ്റെ മരിച്ചിട്ടൊരു വർഷമായി. അപ്പോൾ അതിൻ്റെ ആണ്ടാണ്. അങ്ങനെ അതിന് അങ്ങോട്ടാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങി. അത് കഴിഞ്ഞൊരു ഭയങ്കര ചൂടല്ലേ, ഇപ്പോൾ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ കയറി. ഞാനൊരു പപ്പായ ഷേക്ക് വാങ്ങി. ഇത് ചേച്ചിയുടെ വീട്ടിലോട്ടുള്ള വഴിയാവും. ഭയങ്കര കുത്തനെയുള്ള കയറ്റാട്ടോ. കയറി അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ തളർന്നു പോകും. കുറേ സ്റ്റോപ്പ് ചെയ്ത് കയറണം, അല്ലാണ്ട് ഒറ്റയടിക്ക് കയറാൻ എനിക്ക് പറ്റില്ല കേട്ടോ. ഇതാണ് ചേച്ചിയുടെ വീട്. ആദ്യം മുൻപ് വണ്ടിയൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ അവിടെ കനാലിൻ്റെ അടുത്തുള്ള പാലം പൊട്ടിയത് കൊണ്ട് ഇങ്ങോട്ട് വണ്ടി കയറുന്നില്ല. സ്കൂട്ടിയൊക്കെ വരും കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ മക്കളൊക്കെ പിന്നെ ഓരോ കളിയിലായിരുന്നു. അതിന് ഭയങ്കര ചൂടല്ലേ, എല്ലാവരും ഫാനിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എപ്പോഴും. പിന്നെ മക്കൾക്കൊക്കെ ചൂട് സഹിക്കാൻ പറ്റണ്ടേ. അത് കഴിഞ്ഞ് ഞാൻ ചുരിദാർ മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഉള്ള ബാഗ് കാറിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാനത് എടുക്കാൻ വേണ്ടി വീണ്ടും താഴേക്ക് വന്നു. ഇതുണ്ട്, കനാലിൻ്റെ ഇവിടെ പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വലിയ വണ്ടി കയറില്ല. കനാലിൽ ഇപ്പം വെള്ളം തുറന്നു വിട്ട സമയമാണ് കേട്ടോ. ഈ കനാലിൻ്റെ അടുത്തൊക്കെ വീടാണെന്ന് ഞാൻ വിചാരിക്കുക. വൈകുന്നേരമൊക്കെ വെള്ളത്തിൽ കുളിക്കാൻ നല്ല സുഖമായിരിക്കുന്നു. ഈ ചൂടിന് ഒരാശ്വാസമല്ലേ. അങ്ങനെ ബാഗൊക്കെ എടുത്ത് വീണ്ടും വീട്ടിൽ വന്നു. ഇത് ചേച്ചിയുടെ മോളെ കുഞ്ഞനാണ്. ഇവർ രണ്ടുപേരും 1 മാസത്തെ വ്യത്യാസം കേട്ടോ. 1 മാസത്തിന് മൂത്തത് എൻ്റെ മോളാണ്. അങ്ങനെ എല്ലാവരും സംസാരിച്ചൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു. ഞാൻ പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് രാത്രി അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അവളോട് ഓൾറെഡി അനിയത്തിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുമെന്ന്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ ഞാൻ വീട്ടിലിട്ട നൈറ്റിയിൽ അങ്ങനെ തന്നെ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് വന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടുത്തെ മോളെ ഒരുപാട് കളിപ്പാട്ടൊക്കെ ഉണ്ട്, പിന്നെ ഒരുപാട് വണ്ടികൾ. ഇത് കണ്ടപ്പോൾ പിന്നെ തെച്ചുവിന് അത് മതി. അവന് ഫുള്ള് അതും കൊണ്ട് കളിച്ചു. ഇതാണ് അനിയത്തിൻ്റെ മോള്. അവൾക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അവളെ കളിപ്പാട്ടം അങ്ങനെ എടുത്ത് കളിച്ചാലൊക്കെ മോളെ ആരെടുത്തും പോകും, അവൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവന് എല്ലാം മാറി മാറി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയൊക്കെ വലിച്ചു വാരിയിട്ട് നാശമാക്കുമായിരുന്നു. വിശേഷം ഞാൻ അടുത്ത വീഡിയോ പറയാം കേട്ടോ. അപ്പോൾ ബൈ.